ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കൊരു യൂട്യൂബർ ആകാൻ താല്പര്യമുണ്ടോ? നിങ്ങളുടെ കയ്യിലുള്ള ഒരു സ്മാർട്ട് ഫോൺ വെച്ചിട്ട് നിങ്ങൾക്കും യൂട്യൂബിലേക്ക് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാം. നമ്മുടെ മലയാളത്തിൽ തന്നെയുള്ള പല വലിയ യൂട്യൂബേഴ്സും ആദ്യകാലങ്ങളിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ടാണ് വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത്. അവർ തന്നെ ഇപ്പോൾ പലരും ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന യൂട്യൂബേഴ്സും ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കഴിവ് നിങ്ങൾക്കും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ യൂട്യൂബിലേക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. അതുവഴി നിങ്ങൾക്കൊരു ഏണിങ്സ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു വീഡിയോ തന്നെ പറയാൻ പറ്റില്ല. അതൊരു ലെങ്തി വീഡിയോ ആയി പോകും. ഇപ്പോൾ പാർട്ടായിട്ട് പുതുതായിട്ട് യൂട്യൂബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പാർട്ടായിട്ട് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്കൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് യൂട്യൂബിലേക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം, അതുപോലെ തന്നെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ചില ഇൻഫർമേഷൻസ് ആണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. സോ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമതായിട്ട് എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് വലിയ പാടൊന്നുമില്ല. എല്ലാവരും തന്നെ യൂട്യൂബ് യൂസ് ചെയ്യുന്ന എല്ലാവരും തന്നെ ഒരു മെയിൽ ഐ ഡി വെച്ചിട്ട് യൂട്യൂബിലേക്ക് സൈൻ ഇൻ ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഇനി അങ്ങനെ ചെയ്യാത്ത ആൾക്കാർക്ക് യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് നിങ്ങളുടെ മെയിൽ ഐ ഡി വെച്ചിട്ട് നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാം. സൈൻ ഇൻ ചെയ്തൊരു അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ മുകളിലായിട്ട് നമ്മുടെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ യുവർ ചാനൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ സെറ്റിംഗ്സിൻ്റെ ഒരു ഐക്കൺ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ചാനലിൻ്റെ നെയിം നിങ്ങൾക്ക് മാറ്റാനും അതുപോലെ തന്നെ ചാനലിന് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനൊക്കെ പറ്റും. എൻ്റെ അഭിപ്രായത്തിൽ ഒരു പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് വന്നിട്ടുള്ള ആ ഒരു മെയിൽ ഐ ഡി എന്നല്ലാതെ പുതിയൊരു മെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ട് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതിനുള്ള കാരണം നമ്മൾ വരും വീഡിയോസുകൾ പറയുന്നതായിരിക്കും. ഇനി എങ്ങനെയാണ് നമ്മുടെ ചാനലിലേക്ക് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമ്മുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലായിട്ട് ഒരു വീഡിയോയുടെ ഐക്കൺ കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നമ്മുടെ ഗ്യാലറിയിലുള്ള വീഡിയോസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഏത് വീഡിയോ ആണ് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യേണ്ടത് ആ വീഡിയോ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്താൽ മാത്രം മതി. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വീഡിയോ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ആഡ് കൊടുക്കുക. അതിനുശേഷം പ്രൈവസി പബ്ലിക് ആയിക്കൊണ്ട് ജസ്റ്റ് നിങ്ങളുടെ വീഡിയോ ഒന്ന് പബ്ലിഷ് ചെയ്താൽ മാത്രം മതി, അതായത് അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. വളരെ സിമ്പിളായിട്ട് തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് വീഡിയോസുകൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാനും പറ്റും. ഇനി യൂട്യൂബിൽ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം യൂട്യൂബിൽ ചാനൽ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാശ് സമ്പാദിക്കാമെന്ന് കരുതി ഒരു കാരണവശാലും യൂട്യൂബിനെ അപ്രോച്ച് ചെയ്തിരിക്കുക. നമുക്ക് യൂട്യൂബിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാശ് കിട്ടും അല്ലെങ്കിൽ ലക്ഷങ്ങൾ സമ്പാദിക്കാമെന്നൊരു മോഹത്തോടെ ഒരു കാരണവശാലും യൂട്യൂബിലേക്ക് വരാതിരിക്കുക. നിങ്ങളുടെ പാഷൻ എന്താ പറയുന്നത്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, നിങ്ങളുടെ കണ്ടന്റ്സുകൾ ഒരു വീഡിയോ ആക്കിയിട്ട് അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ട് അതുവഴി നിങ്ങൾക്കൊരു ഏണിങ്സ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ക്രിയേറ്റിവിറ്റി, നല്ല കഴിവുള്ള ആൾക്കാർക്കൊക്കെ നല്ല രീതിയിൽ അതിൽ നിന്നും സമ്പാദിക്കാൻ പറ്റും. അത്തരത്തിൽ കാശിന് വേണ്ടിയിട്ടാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഈ ഒരു യൂട്യൂബിൽ നമുക്ക് ലഭിക്കും. അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാനലിന്റെ ടോപ്പിക് സെലക്ഷനാണ്. മറ്റുള്ളവർ ചെയ്യുന്ന ടോപ്പിക്കുകൾ അത് തന്നെ നമ്മുടെ ചാനലിലും ചെയ്യാം എന്ന രീതിയിൽ നിങ്ങൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് സിനിമ റിവ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അപ്പോൾ അതുകൊണ്ട് എൻ്റെ ചാനലിലും സിനിമ റിവ്യൂ ചെയ്യാം. അല്ലെങ്കിൽ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ചാനലിലും ടെക്നോളജി വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ട് അത്തരത്തിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട. നിങ്ങൾക്ക് എന്താണ് കഴിവുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ടോപ്പിക്കിലാണ് നിങ്ങൾക്ക് കൂടുതലും നിങ്ങൾക്ക് അറിവുള്ളത്, ഏത് ടോപ്പിക്കാണ് നിങ്ങളുടെ വ്യൂവേഴ്സിന് കൂടുതൽ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നത്, അത്തരത്തിലുള്ള ടോപ്പിക്കുകൾ നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. ആ ടോപ്പിക്കുകളിൽ നല്ല ക്വാളിറ്റി വീഡിയോസുകൾ ചെയ്തിടാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു കാര്യം ചാനലിന്റെ നെയിമാണ്. നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു നെയിം സെലക്ട് ചെയ്യുക. എല്ലാവർക്കും പെട്ടെന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നെയിം സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സെർച്ചബിൾ ആയിട്ടുള്ള വേർഡ്സുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിന്റെ നെയിമായിട്ട് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് മലയാളം ടെക് എന്ന ചാനൽ. ഓക്കെ, നോർമലി ടെക്നോളജി വീഡിയോസുകൾ, മലയാളത്തിലെ ടെക്നോളജി വീഡിയോസുകൾ കാണാൻ താല്പര്യമുള്ള ആൾക്കാർ യൂട്യൂബിൽ പോയിട്ട് സെർച്ച് ചെയ്യുന്നതായിരിക്കും. ഒന്നെങ്കിൽ ടെക്നോളജി ഇൻ മലയാളം എന്നോ അല്ലെങ്കിൽ മലയാളം ടെക്നോളജി വീഡിയോസ് എന്നോ എന്തെങ്കിലും ആയിരിക്കും സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സെർച്ച് ചെയ്യുമ്പോൾ സെർച്ച് റിസൾട്ടിൻ്റെ കൂടെ ഈ നെയിമോട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ചാനൽ ഒരുപക്ഷെ അവിടെ കാണിക്കും. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടോപ്പിക്കോട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും സെർച്ചബിൾ വേർഡ്സുകൾ നിങ്ങളുടെ ചാനലിൻ്റെ നെയിമായിട്ട് കൊടുക്കാം. ഇനി ചാനലിൻ്റെ നെയിം നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഉറപ്പ് വരുത്തുക ആ നെയിമിൽ മറ്റ് ചാനൽസ് ഒന്നും ഇല്ലാന്ന് ഉറപ്പ് വരുന്നതിന് ശേഷം മാത്രം നിങ്ങളുടെ ചാനലിൻ്റെ നെയിം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ യൂട്യൂബിൽ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു എന്ന് കരുതിയിട്ട് ആദ്യം തന്നെ അതിലേക്ക് കൊണ്ടുപോയിട്ട് കാശൊന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതായത് നിങ്ങൾ വില കൂടി ക്യാമറയോ അല്ലെങ്കിൽ ലൈറ്റ് സെറ്റപ്പ് ഒന്നും കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആദ്യം തന്നെ കൊണ്ട് കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല. പതുക്കെ കൊണ്ട് നിങ്ങളുടെ ചാനൽ ഒരു ലെവലെത്തുമ്പോൾ, അതായത് സബ്സ്ക്രൈബേഴ്സും അത്യാവശ്യം വ്യൂസൊക്കെ ആയി കഴിയുമ്പോൾ പതുക്കെ കൊണ്ട് നിങ്ങളുടെ ചാനലിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ്സ് കൊണ്ടുവരാം.
ആ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് റവന്യൂ വെച്ച് തന്നെ നിങ്ങൾക്ക് ക്യാമറയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. സോ ആദ്യം തന്നെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു എന്ന് കരുതിയിട്ട് അതിലേക്ക് കൊണ്ടുപോയിട്ട് ഒരുപാട് കാശ് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അടുത്തൊരു കാര്യം, നിങ്ങളുടെ വീഡിയോസുകൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ വീഡിയോസുകൾ പോസ്റ്റ് ചെയ്യുക. ആഴ്ചയിൽ ഒരു 2 തവണയെങ്കിലും കുറഞ്ഞത് നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഇപ്പോൾ എല്ലാ ടോപ്പിക്സിലും ഇപ്പോൾ കോമ്പറ്റീഷൻസ് ആണ്, ഒരുപാട് യൂട്യൂബേഴ്സ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കിടയിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു പൊസിഷൻ, നമ്മുടേതായിട്ടുള്ളൊരു പൊസിഷൻ അവിടെ കീപ്പ് ചെയ്യുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ വീഡിയോസുകൾ പോസ്റ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ ആഴ്ചയിൽ 2 തവണയെങ്കിലും, കുറഞ്ഞത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ വീഡിയോസുകൾ പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പരമാവധി നല്ല ക്വാളിറ്റി വീഡിയോസുകളും അതുപോലെ തന്നെ നല്ല കണ്ടന്റ് ഉള്ള വീഡിയോസുകളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന ആദ്യത്തെ ഒരു 3 വീഡിയോസുകൾ നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് നല്ല ക്വാളിറ്റി തന്നെയുള്ള നല്ല കണ്ടന്റ് വീഡിയോസുകൾ പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഒരുപക്ഷെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നൊരു വീഡിയോ എല്ലാ ആൾക്കാരും ഇങ്ങോട്ടൊന്നും കാണണമെന്നില്ല. അപ്പോൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ആ വീഡിയോസിനെ പ്രൊമോട്ട് ചെയ്യുക. നമ്മുടെ ഫ്രണ്ട്സ് വഴിയും നമ്മുടെ ഫാമിലി വഴിയും നമ്മുടെ റിലേറ്റീവ്സ് വഴിയും ആ വീഡിയോസുകൾ പരമാവധി പ്രൊമോട്ട് ചെയ്യുക. എല്ലാവരിലേക്കും ആ ലിങ്ക് നിങ്ങൾ എത്തിക്കുക. നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, വീഡിയോ കാണാൻ പറയുക. അപ്പോൾ കുറഞ്ഞത് നിങ്ങളുടെ വീഡിയോ ഒരു 10 പേര് കണ്ടു കഴിഞ്ഞാൽ അതൊരു 5 പേര് സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സിന് കിട്ടും, നല്ല വ്യൂസ് കിട്ടും. പരമാവധി നിങ്ങൾ നിങ്ങളുടെ വീഡിയോസിൽ പ്രൊമോട്ട് ചെയ്യുക. നിങ്ങളുടെ സോഷ്യൽ മീഡിയാസ് എല്ലാം തന്നെ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഫേസ്ബുക്ക്, വാട്സപ്പ് അതുപോലെ ഇൻസ്റ്റാഗ്രാം ഒക്കെ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പരമാവധി നിങ്ങളുടെ ലിങ്ക്, നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. സോ അതുവഴി നിങ്ങൾ ആ ലിങ്ക് ഷെയർ ചെയ്യുന്നതിലേക്ക് മാത്രമല്ല, അവരോട് നിങ്ങൾ പറയുക, മാക്സിമം ആ ലിങ്ക് ഷെയർ ചെയ്യാൻ പറയാം. അപ്പം ഒരുപാട് ആൾക്കാരിലേക്ക് നിങ്ങൾക്ക് ആ വീഡിയോസ് എത്തിക്കാൻ പറ്റും. നിങ്ങളുടെ ആദ്യ വീഡിയോസിനൊക്കെ അത്യാവശ്യം നല്ല വ്യൂസ് പുള്ളിങ് കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി യൂട്യൂബ് തന്നെ ഇനി ഇടുന്ന മറ്റ് വീഡിയോസൊക്കെ അത്യാവശ്യം നല്ല രീതിയിലൊരു പ്രൊമോഷൻ യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ പരമാവധി നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളിടുന്ന വീഡിയോസിന് വ്യൂസ് കുറവാണെന്ന് പറഞ്ഞു അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഒരു കാരണവശാലും നിങ്ങൾ വീഡിയോ ഇടാതിരിക്കരുത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ നല്ല ക്വാളിറ്റിയിൽ നല്ല കണ്ടന്റുള്ള വീഡിയോസുകൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ വീഡിയോസ് കാണാൻ 10 പേരെ ഉള്ളെങ്കിൽ ആ 10 പേർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോസ് ചെയ്യുക. പരമാവധി നിങ്ങളെ കൊണ്ട് കൊടുക്കാവുന്നതിൽ മാക്സിമം ക്വാളിറ്റിയിലും നല്ല കണ്ടന്റും വീഡിയോസ് നിങ്ങൾ പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ അപ്പോൾ നിങ്ങൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ചില ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. തുടർന്നും വീഡിയോസുകളിൽ കൂടുതൽ ഇൻഫർമേഷൻസ് ഞാൻ വീഡിയോസിലൂടെ ഞാൻ പറയുന്നതായിരിക്കും. നമുക്ക് ആവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസ്, എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ്, എഡിറ്റിംഗ് ട്യൂട്ടോറിയൽസൊക്കെ ഞാൻ വഴിയെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ എന്തായാലും ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. സോ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.